ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളപ്പോൾ രാവിലെ മൂന്നാർ ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് ഉറങ്ങി ആ തലവേദനയൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഹംന നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയത് എപ്പോൾ എണീറ്റുള്ളൂ. ഹയാസ് രാവിലെ എഴുന്നേറ്റേക്കുന്നത് കേട്ടോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും എഴുന്നേക്കാത്ത ഹയാസാണ്. രാവിലെ മുതൽ ബ്രഷ് ചെയ്യണം എന്നും പറഞ്ഞാണ് ഹയാസ് നടക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഞങ്ങള് ഒരു 8 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. എവിടെ ഹംന ഇവിടെ വന്നിരിക്കുകയാണ്. ഹംനയുടെ കാര്യം കണ്ടോ? ഇന്നലെ രാത്രി നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അല്ല ഇങ്ങോട്ട് വാങ്ങോ. മങ്കി രാവിലെ തൊട്ടൊരു മങ്കി ഇവിടെ ഇങ്ങനെ നടക്കണ്ട കേട്ടോ. കൊറേ മങ്കി ഉണ്ടല്ലോ. ഞാൻ ഒരെണ്ണത്തിനെ കണ്ടോളൂ. അതാണ് ഞാൻ ഒരെണ്ണം ഓർക്കുന്നത്. ഇന്നലെ രാത്രി നല്ല കോടയും അതുപോലെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല സുഖമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. ടൗണിൽ തന്നെയാണെങ്കിൽ അത്ര വലിയ ഇതില്ല അല്ലേ. ഭയങ്കര എന്താ വണ്ടികളുടെ സൗണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നല്ല കാമൻ ക്വയറ്റാണ്. അറ്റത്തേക്ക് മലനിര. രാത്രി ഞങ്ങൾ ഇന്നലെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയി വന്നപ്പോ ഉണ്ടല്ലോ നല്ല കോട അങ്ങോട്ട് മൂടിയിട്ടില്ലേ. എന്താ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റുള്ളൂ ശരിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. കാറിനാ പോയതെങ്കിലും ഭയങ്കര സമയമെടുത്താണ് ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ. ഈ മറ്റേ ഹസാറിലേക്കൊക്കെ ഇട്ട് കോട അങ്ങോട്ട് മൂടിയിട്ട് റോഡൊന്നും കാണാൻ. നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയി റൂമിൽ ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. 11 o'clock റൂം ചെക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. ഹംനയുടെ സൗണ്ട് കൊണ്ട് ഇത് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹംനയൊക്കെ ഫുൾ പവറിലായിട്ടുണ്ട് കേട്ടോ. ഹംന ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. ഇതൊരു കോമൺ ബാൽക്കണിയാണ്. 3 ബെഡ്റൂംസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പൊ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഹയാസ് ഇവിടെ സുന്ദര കുട്ടപ്പനായിട്ട് നല്ല വൈബിൽ ഇരിക്കുന്നുണ്ട്. ഇനി എങ്ങടാ പോണേ ഹയാസ്? ഹയാസ് ടെന്റിൽ സ്റ്റേ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇക്കാകെ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കോളിംഗ് പരിപാടിയാണ്. അന്ന് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ റൂം ഇതാണ് 102. നമ്മുടെ ഈ റൂമിന്റെ ഇൻസൈഡ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയ ഒരു ഫാമിലി കോട്ട് ബെഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇവിടത്തേക്ക് ബെഡിന്റെ അവസ്ഥ അറിയാലോ, നല്ല സോഫ്റ്റ് ആണ്. നല്ല അടിപൊളിയായിട്ട്, എനിക്ക് നല്ല തലവേദന ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയത്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഇത് നമുക്കൊരു വർക്കിംഗ് ടേബിളും ചെയറൊക്കെ ആയിട്ട് എടുക്കാം. വേസ്റ്റ് ബാസ്ക്കറ്റും നമ്മുടെ മുഷിന് തുണിയിടാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട്. 2 സെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹയാസ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് അബ്ബയുടെ അല്ലേ. നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് സമയമായതുകൊണ്ട് നമ്മുടെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത് കേട്ടോ. നല്ലൊരു വലിയൊരു വിൻഡോ വരുന്നുണ്ട്. വലിയൊരു കബോർഡ് സ്പേസും വരുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിൻ തിങ് നമ്മുടെ ഈ ഒരു ബാത്റൂമാണ്. എനിക്ക് എവിടെ പോയാലും ബാത്റൂം ഒരു മെയിൻ തിങ് ആണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയതാണ്. കാണുമ്പോൾ ഒരു പഴയ മോഡൽ ടച്ച് ഉണ്ടെങ്കിലും പക്ഷെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ബാത്റൂമാണ്. പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ വരുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് റൂം? അടിപൊളിയല്ലേ? മൂന്നാർ ടൗണിൽ തന്നെ പറക്കാട്ട് നേച്ചർ റിസോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്, പള്ളിവാസലില്. ഞാൻ പ്രോപ്പർട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ താഴേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നമുക്കിവിടെ
2200 രൂപയാണ് നമ്മുടെ റൂം റെന്റ് ആയിട്ട് വന്നത്. വിത്ത് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 4 പേരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. പോകുന്ന കാഴ്ചകൾ കാണാം. അപ്പൊ നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്യണം. ഹയാസേ ഇന്നത് പിടിച്ചോ. അപ്പൊ പോണു. ഇങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമായിട്ട് ഇവര് പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫോട്ടോ പോയിന്റ്സ് ഒക്കെ നമുക്ക് പറ്റിയ ഫോട്ടോ ഒക്കെ എടുക്കാം. കിളിയാണ് അമ്മ കിളി. അങ്ങനത്തെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങള് വണ്ടി കയറിയിട്ടുണ്ട്. നല്ല ചൂടെടുത്തിട്ട് പോയി കേട്ടോ. ഇന്നലെ രാത്രി നല്ല എന്താ പറയാ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ചൂടെടുത്തിട്ട് വെന്തൊരുക്കാണ്. മൂന്നാർ വന്നിട്ട് ചൂടെടുക്കുന്നത്. ഞങ്ങളിപ്പോ AC-ക്കിട്ട് കാറി കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പ്രയാണം തുടങ്ങാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തെന്നോ നിനക്ക് ചൂടെടുക്കുന്നു? എനിക്ക് ചൂടെടുത്തിട്ട് എനിക്ക് തണുപ്പെടുക്കണം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വിസ്പറിംഗ് മെഡോസിനോട് ടാറ്റാ ബൈ ബൈ സി യു പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. വിസ്പറിംഗ് മെഡോസ് വലിയ കുഴപ്പമില്ലല്ലേ, വേർത്താണ് അല്ലേ കാ? വിസ്പറിംഗ് മെഡോസ് അവിടെ നിന്ന് ചേട്ടൻ വിചാരിച്ച ആ ചേട്ടന്റെ വീഡിയോ എടുത്താണ്. അതിന്റെ ചേട്ടൻ ഞാൻ ആ ബോർഡിന്റെ വീഡിയോ എടുത്തതാണ്. പിന്നെ എന്തേ പണി തുടങ്ങിയിട്ടുണ്ട്, റോഡ് പണി. ഇനി ഇതാണ് മെയിൻ പ്രശ്നം, റോഡ് പണി. പാറ പൊട്ടിക്കണേന്ന് ഹയസത് പൊട്ടിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ. ഇത് റോഡിന് വീതി വിട്ടണിരിക്കുമല്ലേ? ഇന്നലെ രാത്രി എങ്ങനെ ഇതിൽ കൂടെ വന്നു എന്റെ പൊന്നെ, ഞാൻ പേടിച്ചിറങ്ങി നല്ല രീതിയിൽ. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാവണത്. പാറ ഇപ്പൊ പൊട്ടിക്കണത് ഈ റോഡിന് വീതി കുറവല്ലേ, അപ്പൊ കുറച്ച് വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പാറ പൊട്ടിച്ച് നല്ല അടിപൊളി റോഡൊക്കെ വെച്ച്. അപ്പൊ നമ്മളിനി മൂന്നാറൊക്കെ വരുമ്പോ നല്ല രസമായിരിക്കും. ഓക്കെ ഹംന ടാറ്റ കൊടുക്ക ഹംന. നമ്മളിതാ KSRTC സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് കേട്ടോ മൂന്നാറ്. ആ ബസ്സൊക്കെ മറ്റേ സ്റ്റേക്ക് ഉള്ള ബസ്സാണ് KSRTCയുടെ സ്റ്റേ ഉണ്ടല്ലോ, അതിന്റെ ബസ്സാണ് ബ്ലൂ കളറിൽ കിടക്കുന്നത്. നമ്മള് AC ഒക്കെ മാറ്റിട്ടോ ഇങ്ങോട്ട് കയറിയപ്പോ ചെറിയൊരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് AC ഒക്കെ മാറ്റിയിട്ട് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് അന്നിങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. മൂന്നാറ് ആശേഷം എല്ലാവർക്കും അറിയാലോ, നിറയെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പൊ ഒരുപാട് കുത്തി നിറച്ച് ഞാൻ അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കണ്ട, നമ്മള് പോകുന്ന സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാന്ന് ഓർത്താണ് ഇട്ടിരിക്കുന്നത്. ഹംനേനെ ഇനി ഒന്ന് ഉറക്കണം, ഉറങ്ങിയാലാണ് ഒരു സമാധാനമുള്ളൂ. ഹംന ഇവിടെ വന്നപ്പോ തൊട്ട് അബ്ബാ അബ്ബാ ഭയങ്കരമായിട്ട് വിളിച്ചോണ്ടിരിക്കണം അബ്ബാനെ. അബ്ബ നോക്കിയില്ലെങ്കിൽ ഇവിടെ തോണ്ടി ഇരുന്നാണ് അബ്ബാനെ വിളിച്ച് മുഖത്ത് നോക്കണം. അവളെ മൈൻഡ് ചെയ്യണം അബ്ബ, അല്ലെങ്കിൽ അവൾക്ക് പറ്റൂല കേട്ടാ. ഹയാസ് ബാക്കില് നല്ല സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഹയാസിന് മൊത്തത്തിലാണ്ട് കിട്ടി ബാക്കില്. എന്റെ ഇവിടുത്തെ കുരു ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ബ്ലാക്ക് സ്കിൻ വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിറഞ്ഞേക്കണ ഒരു സുഖമില്ല. ഇനി ഇവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോ എപ്പോഴെങ്കിലൊക്കെ ഡോക്ടറെ കാണാം. ഓപ്പറേഷൻ ചെയ്താണ് എന്റെ കുരു ഇങ്ങനെ ആയത്. നമ്മളിതാ ഗ്യാപ്പ് റോഡ് പോണ വഴിയാണ് കേട്ടോ, മൂന്നാർ ഗ്യാപ്പ് റോഡ്. അപ്പൊ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടു ഗവൺമെന്റിന്റെ. അപ്പൊ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ പോവാണ് കേട്ടോ. നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടോ. പൊരിഞ്ഞ വെയിൽ, കുറെ നേരം നടക്കാനുണ്ട്. പിള്ളേരെ കൊണ്ട് ഈ വെയിലത്ത് നടക്കല് നടപടിയാണ് കേസല്ല. പിന്നെ അവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. എൻട്രി ഫീ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് അവര് മാറ്റിയിട്ടുണ്ട്. അഡൾട്ടിന് 100 റുപ്പീസും ചിൽഡ്രൻസിന് 50 രൂപ ആക്കിയിട്ടുണ്ട്. ആരെങ്കിലും ബൊട്ടാണിക്കൽ ഗാർഡനിൽ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൈകിട്ട് സമയങ്ങൾ ചൂസ് ചെയ്യുക. ഈ സമയത്ത് നല്ല വെയിലാണ്. പിള്ളേരെ കൊണ്ട് കയറുന്നുണ്ട് കേട്ടോ, ആളുകൾ കയറുന്നുണ്ട്. നമ്മള് ശരിയാവൂല. ഇപ്പൊ 2 പേരെയും തലയൊക്കെ നനച്ച് ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്നതാണല്ലോ. പിന്നെ എടുത്തോണ്ട് കിടക്കണം, 2 പേരെ എടുക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ ഹയാസും ചിലപ്പോൾ എടുക്കാൻ പറയും. അത് കാരണം നമ്മൾ ഇറങ്ങണില്ല. നല്ല റഷ് ഉണ്ട് കേട്ടോ, നല്ല ആളുകൾ വരുന്നുണ്ട്, ടൂറിസ്റ്റ് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ പറ്റും, പക്ഷെ ഭയങ്കര സ്പായ്ക്ക് ഉണ്ട്, ഫിഷ് സ്പായ്ക്ക് ഉണ്ട് അവിടെ.
ഈ കാണുന്നതാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുമളി റൂട്ടിലേക്കാണ് കേട്ടോ. കമ്പം തേനി പിടിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഗ്യാപ്പ് റോഡ് ത്രൂ ആണ് പോണത് മൂന്നാറ്. ഇവിടെ നല്ല വൈബുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. ഓ വെയിലുണ്ട്, കുറച്ചേരം നിൽക്കുമ്പോ വെയിലിന്റെ ഒരു ചൂട് ഏക്കുന്നുണ്ടെങ്കിലും പക്ഷെ റണ്ണിങ്ങിൽ നമ്മളിപ്പോ AC ഇടുന്നില്ല കാറിൽ. അപ്പൊ നല്ല എന്താ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ വൈബായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാക്കെ ഹയാസും കൂടി അവിടെ ചായ വാങ്ങിക്കാൻ പോയിരിക്കാണ് കേട്ടോ. ഈ വെയിലുള്ളതുകൊണ്ടാണ് കണ്ണിങ്ങനെ മിന്നണത്. അത്ര പ്ലസന്റ് അല്ലാതിരിക്കുന്നത്, പക്ഷെ മൈൻഡ് ഭയങ്കര പ്ലസന്റ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെയും തേയിലയുണ്ട്, ഇവിടെയും തേയിലയുണ്ട്. കുറച്ചധികം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്താ വാങ്ങിച്ചത്? ബിങ്കോയാ? നിനക്ക് ഈ ബിങ്കോ വിട്ടിട്ട് ഒരു കളിയില്ലേ ഹയാസേ? ഇത് എത്രാമത്തെ ബിങ്കോയാ മൂന്നാർ ട്രിപ്പിനകത്ത്? ചായ ഹായ് ആവി പറക്കുന്ന ചായ 2 ചൂടുണ്ടല്ലോ. വേണ്ട, ചിപ്സ് ഉണ്ടല്ലോ, വേണമെങ്കിൽ ഞങ്ങള് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയൊക്കെണ്ട. ഹംന നല്ല ഉറക്കാണ്. ഹംനാനെ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തത് ഉറക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. അപ്പൊ ഐസ്ക്രീമും കഴിക്കാം നമുക്ക്. മൂന്നാറ് ഗ്യാപ്പ് റോഡിൽ നിന്ന് കുമളി പോണ റൂട്ടിൽ ടോൾ ഉണ്ട് കേട്ടോ. ടോൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. ടോൾ കൊടുത്ത് വേണം നമ്മൾ പോകാനായിട്ട്. ഫാസ്ടാഗിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്ത് ഉണ്ടാവും. ഗ്രീൻ സിഗ്നൽ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ മാറി മാറി വന്നിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഒരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യം വേണ്ട. എനിക്ക് പോണ്ട, ഇക്കാണ് ഇപ്പൊ വേണ്ട. നമ്മൾ അങ്ങനെ നല്ലൊരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ട് എല്ലാവരും മാഗി ഓംലെറ്റ് ഒക്കെ കഴിക്കാണ് കേട്ടോ. ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണത്. ഹയാസി കാറിന്റെ മുകളിൽ കയറിയിരുന്നൊക്കെ മാഗിയൊക്കെ കഴിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടേ അത് സേവ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കായിരുന്നു. അപ്പൊ ആ ഒരു ടൈം ഡിലേയില് നമുക്ക് ആ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പൊ ഇത് ഇവിടെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞപ്പോ നല്ല വ്യൂ, അതുപോലെ തന്നെ നല്ല തണുപ്പുമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇക്കാക്ക് ഇപ്പൊ പിള്ളേർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹയാസ് ഒരു റൗണ്ട് കഴിച്ചതാണ് കേട്ടോ. പിന്നെ നൂഡിൽസ് കണ്ടു കഴിയുമ്പോൾ പിന്നെ എല്ലാവരുടെയും ഭാവമൊക്കെ മാറുമല്ലോ. ആർക്കും അത് കഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിള്ളേർ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര നേരം എന്ന് വെച്ചാൽ നോക്കിയിരിക്കും. അപ്പൊ ഇതുപോലെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അതിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓംലെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓംലെറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളിനി അങ്ങടേക്ക് പോകും വഴി മിക്കവാറും ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ലഞ്ചായിട്ട്. അപ്പൊ ഇത് മാക്സിമം കഴിച്ച് വയറിറക്കാന്ന് ഓർത്തു. ഇത് ആ അറ്റത്തൊക്കെ കണ്ട ആ കടകളിലൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. ഈ നൂഡിൽസ് ഈ വക ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് പോവാന്ന് ഓർത്തിട്ട് കരുത്. അപ്പൊ നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. കട ശരിക്കും കാണാൻ പറ്റില്ല. കട കൂട എല്ലാം കഴിച്ചിട്ടുണ്ട്. ന്യൂഡിൽസും ഓംലെറ്റും സ്വീറ്റ് കോണും പറ്റുന്ന വ്യൂ പോയിന്റ്സിലൊക്കെ നിന്ന് നമ്മള് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ഭയങ്കര കുറവാണല്ലോ എടുക്കുന്നത്. വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ എടുക്കണേ. പൈനാപ്പിളൊക്കെ മുളകിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫോണിന്റെ ചാർജ് ഇപ്പൊ ഭയങ്കര കുറവാണ്. അപ്പൊ ഞാൻ കുത്തിയൊക്കെ ഇട്ടേക്കായിരുന്നു കേട്ടാ. നമ്മളിപ്പോ നേരെ പോണത് കമ്പം തേനി അല്ലെ? കമ്പം തേനി അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. അപ്പൊ ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ വീട്ടിലെത്തണം എന്നുള്ള ഇതിലാണ് പോണത് കേട്ടാ. കമ്പം തേനിയൊക്കെ കണ്ടിട്ട് നമ്മള് തേയിലത്തോട്ടത്തിന്റെ നടുവിൽ നിന്നൊക്കെ പോന്ന്. ഇപ്പൊ നമ്മള് ഏലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാൻഡ് ഫോർ സെയിൽ ഹെയർ പിന്നാണത്. ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കണ്ട. നല്ല കാലാവസ്ഥ. ഹയാസ് നല്ല ഉറക്കായിട്ടുണ്ട് കേട്ടോ കിടന്ന്. ഹയാസ് അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ഹംന ഉറങ്ങിയിട്ടില്ല. ഹംന കൂടി ഒന്ന് ഉറങ്ങിയെങ്കിൽ വൈബ് പിടിക്കാറുണ്ടല്ലോ നമുക്ക്. ഒന്ന് ഉറങ്ങാമോ? ഉറങ്ങോ? ചെവിയാട്ടന്നെ
അപ്പൊ സൗണ്ട് എടുക്കുമ്പോ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു ഇതാണ്. ആനയൊക്കെ ഉണ്ടെന്നൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ആനയൊന്നും ഇതുവരെ കണ്ടില്ല. അതല്ല മറ്റേ അല്ല ഇങ്ങോട്ട് വന്ന റൂട്ടിൽ കണ്ടില്ലേ നമ്മൾ ആന ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ആനേനെ കണ്ടില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റ്, തണുത്ത കാലാവസ്ഥ, നല്ല രസം കേട്ടോ. എന്ത് ഹംനക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കത്തിന്റെ ആ ഒരു സംഭവത്തിലാണ് ഹംന ഇരിക്കുന്നത്. ഉറങ്ങിക്കോ ഹംന. ഗൈസ്, ഞങ്ങളിപ്പോ കേരള ബോർഡറിൽ നിന്ന് തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നിട്ടുണ്ട്. ഹെയർ പിൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കമ്പം തോട്ടല്ലേ, കമ്പം തേനിയാണ് നമ്മൾ പിടിക്കുന്നത്. ഇപ്പൊ എത്രാമത്തെ ഹെയർ പിന്നായിരുന്നു എഴുതി വെച്ചാൽ കാണുന്നില്ലല്ലോ. ഈ വണ്ടി കണ്ടോ ഗൈസ്? ഈ വണ്ടി ഫുള്ള് ഇതാണ് കേട്ടോ. ഫിറ്റ്നസ് ഒന്നും ഇല്ലാതെ മൊത്തം പൊളിഞ്ഞൊരു വണ്ടിയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റൂലേ. മധ്യപ്രദേശിൽ നിന്ന് ആ വണ്ടി ഫുള്ളാണ്. കുറെ നേരമായിട്ടാ ഞങ്ങളുടെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ കളിക്കാറ്. ഇപ്പൊ ഞങ്ങള് പയ്യെ ഒരു സൈഡ് കിട്ടിയപ്പോ സേഫായിട്ട് ഇങ്ങോട്ട് കയറി പോന്നേക്കണേ കേട്ടോ. മറ്റേത് ഹെയർ പിൻ ആയതുകൊണ്ട് ഒട്ടും ഇങ്ങനെ അറിയാനില്ല സൈഡ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി ഉണ്ട്. ചെവി അടഞ്ഞിട്ട് ഭയങ്കര ഇതില്ലേ. ഹംന അതുകൊണ്ടാണ് ഉറങ്ങണില്ല കേട്ടോ. ഹംനക്ക് ഉറക്കം വരുന്നുണ്ട്. ഹംന ഇങ്ങനെ കിടന്ന് ഇതാണ്. പാലും കുടിക്കാൻ പറ്റുന്നില്ല. ഫീഡ് ചെയ്തിട്ട് അവർക്ക് ചെവി അടഞ്ഞതിൻ്റെയാണ് തോന്നുന്നത്. ഒരുമാതിരി ഇറിറ്റേഷൻ കൂടിയിട്ടുള്ളൊരു കരച്ചിലില്ല, അങ്ങനെയായിട്ടിരിക്കുന്നത്. നമ്മളങ്ങനെ കമ്പം തേനി പിടിക്കണം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. നിക്കാട് എത്രാമത്തെ പ്രാവശ്യമാണ് കമ്പം തേനി? രണ്ടാമത്തെ. ഹയാസ് പറയണേ ഭയങ്കരമായിട്ട് സൗണ്ട് മാറിയല്ലോ ഒന്ന്. ഹയാസിന്റെ ചെവി അടഞ്ഞിട്ട് ഫീൽ ചെയ്തതാണെന്ന് തോന്നുന്നു. ആളിപ്പോ ബാക്കി കിടന്ന് ഉഷാറായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മള് വെട്ടിച്ചടുത്ത വേണ്ടി തമിഴ്നാട് വെട്ടി. ഇതിലേക്ക് പോകാൻ വളരെ സൂക്ഷിച്ചോണം പോയി അല്ലേ. അവരാ പറയണ സ്പീഡ് ലിമിറ്റും എല്ലാം നമ്മൾ കെയർ ചെയ്ത് വേണം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ ആ മലയൊക്കെ കണ്ടോ, അവിടെ ഇങ്ങനെ ആകാശം മുട്ടി നിൽക്കണം. വൈബ് ഉണ്ട്. ഇപ്പൊ സമയം 4 മണിയായിട്ടുണ്ട്. നമ്മള് രണ്ടാമത്തെ ഹെയർ പില്ലായിട്ട് ഇനി ഒരെണ്ണം കൂടി ഇറങ്ങിയാൽ മതി. ഒരു 27 കിലോമീറ്റർ ഉണ്ട് നമുക്ക് തേനിക്ക്. ഇനി ഇവിടെ നിന്ന് ഇക്കാകെ നടു നിവർത്താൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. കുറെ നേരമായില്ല ഇരുന്നിരിപ്പം ഡ്രൈവ് ചെയ്യണം. അപ്പൊ ഇവിടെ ഈ ഒരു ഹെയർ പിൻ വന്നപ്പോ ഇച്ചിരി സ്പേസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിർത്തിയതാണ്. ഹംനാക്ക് ഇപ്പൊ അബ്ബാടത്തേക്ക് പോണം, അതിന്റെ കരച്ചിലാണ്. ഹലോ ഗൈസ്, കിടന്നുറങ്ങിക്കോ. തലേണ കയറ്റി വെച്ചിട്ട് കിടന്നുറങ്ങും. ഹംനാക്ക് വന്ന അങ്ങോട്ടേക്ക് അതിന് കരയുന്നതാണ്. ആണോ? പൊളി ഇടിവെട്ടുണ്ട്. ഞങ്ങള് തമിഴ്നാട്ടിലെത്തിയപ്പോ തമിഴ്നാട്ടിലും മഴ, കാറ്റ് ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. മഴത്തുള്ളികൾ കണ്ടോ. ഞങ്ങൾ ഇവിടെ വന്നാലും മഴ, നല്ല വൈബ്. ഇന്നലെ ഈ സമയമൊക്കെ ആയപ്പോ കറക്റ്റ് 3 എത്തിയപ്പോഴും മഴയായിരുന്നു. ഇന്നിപ്പോ ഇവിടെ എത്തിയപ്പോ ഇവിടെയും മഴ. അടിപൊളി. കണ്ടത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അമ്മ ഉണ്ടായിക്കിടപ്പുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇപ്പൊ കാണാനില്ല കേട്ടോ. നേരത്തെ ഇങ്ങനെ റോഡിലേക്ക് വീണ പോലെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ആരെങ്കിലും കൃഷി ചെയ്യുന്നതായിരിക്കും. കക തമിഴിലാണ് എഴുതി വെച്ചേക്കണേ. മഴ അകത്തേക്ക് വന്നത്. എന്താ മഴ അകത്തേക്ക് വന്നത്? എന്ത് ചെക്ക് പോസ്റ്റ്? പോണത് 6 കിലോമീറ്റർ പോனீங்கன்னா ஒரு கட்டாம செலவு வரும். அப்படியே லெஃப்ட் கட் பண்ணீங்கன்னா தெரியும். പാവാ ചേട്ടൻ അവിടെ ഇരിക്കായിരുന്നു കേട്ടോ. എണീറ്റ് വന്ന് വഴി ചോദിച്ചപ്പോ പറഞ്ഞു. എഴുതണ്ടോ ചോദിച്ചു നോക്കിയതേ അവിടെ ചെക്ക് പോസ്റ്റ്. പോലീസ് മാമനോട് ഇരിക്കുന്നു. പുള്ളിനോട് ചോദിച്ചു. ഓക്കെ പൊക്കോളാൻ പറഞ്ഞേ. കൈ കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുമ്പോഴേക്കും ഇയാളാരാ അന്ന മൊയിലാളി കേരളാവിലെ മൊയിലാളിയാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നൊക്കെ തമിഴില് പേസലാം. അത് കിടും, എല്ലാം ഇടും. ഇക്കാകാലം വീഡിയോയിൽ കാണുമ്പോ എല്ലാവരും വിചാരം ഭയങ്കര ഡീസന്റ് ആണെന്നാണ്. ഇനിയെന്താ ഇക്കാക്ക് ഈ മഴയത്ത് നമ്മുടെ ഏത് മുന്തിരിത്തോട്ടം കാണുമ്പോ
അറിയില്ലേ എന്തോ SRM അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള മുന്തിരിത്തോട്ടം. ഇതൊക്കെ AC എടുക്കാതെ ഹംന ഇടയ്ക്ക് ഇങ്ങനെ തലമുട്ടിക്കണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ എത്രയാണെന്നോ ഡീസലിന് വില? എന്നിട്ടാണ് നമ്മള് കേരളാവുന്ന ഡീസൽ അടിച്ചത്. ബീച്ച് ഇവിടെ വീണ്ടും തിരിഞ്ഞിങ്ങോട്ട് ഇടും. ഇവിടേക്ക് പോലീസുകാരുടെ ഫ്രണ്ടിൽ കൂടെ ഹെൽമെറ്റ് വെക്കാണ്ട് പോണത് കേട്ടോ എല്ലാവരും. എന്താല്ലേ അപ്പൊ ചേട്ടൻ 8 കിലോമീറ്റർ 6 കിലോമീറ്റർ ലിഫ്റ്റ് പോയിട്ട് പിന്നെ ഉണ്ടാവൂല. നമ്മളില്ലേ അന്ന് കാന്തല്ലൂർ പോയിട്ട് ഈ റൂട്ടല്ലേ വന്നത്, ഈ കുമ്മട്ടിങ്ങൊക്കെ വാങ്ങിച്ച് കഴിച്ചതൊക്കെ. ഹയാസിന് 1 വയസ്സുള്ളപ്പോ ഞങ്ങള് വന്നിട്ടുണ്ട് കേട്ടോ. മൂന്നാറ്, കാന്തല്ലൂര്, മറയൂര്, കാന്തല്ലൂര് അങ്ങനെ വന്നിട്ടുണ്ട്. അത് ഈ റൂട്ടാണ്. പക്ഷെ അന്ന് നമ്മള് തേനി കൂടെ പോയി തോന്നണ്, ആ ഫ്രൂട്ട്സിന്റെ കാട്. ചേച്ചി ചേട്ടൻ വൈബ് പിടിച്ചു പോകും. നടുക്കൊരു 2 പിള്ളേരുണ്ട് നമ്മളെ കൂട്ടന്നെ കേട്ടോ. ട്രാക്ടർ ഇങ്ങോട്ട് വന്നപ്പോ വൈബ് പിന്നെ മാറിയ. മാവന്തോട്ടോ എങ്ങനെ മനസ്സിലായി? നല്ല മാങ്ങ ഉണ്ടെന്നോ ഫോൺ ില്ലേ. ഞാൻ വീഡിയോ എടുക്കുമ്പോ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ വെച്ചോണ്ടിരിക്കണം കേട്ടോ. ഹംനക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കണം കണ്ടോ. ഹംനാനെ കാണണം, ഹംനയുടെ കാര്യങ്ങൾ മാത്രം കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇക്കാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോ നമ്മളല്ലേ എപ്പോഴും നമ്മളെ കണ്ടിട്ട് എന്ത് കിട്ടാനാ നീ പുറത്തൊക്കെ കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞ ഇക്കാക്ക ഹംനെ വ്ലോഗ് ചെയ്യണം. വാവ് വാവ്. ഹായ് ഗായ്സ്. ഹലോ പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് ഗായ്സ്. ഹംന ജനിച്ചപ്പോ തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പറഞ്ഞ ഹംനക്ക് ഭയങ്കര വ്ലോഗിങ് ആണെന്ന് തോന്നുന്നു. മാഷാഅല്ലാഹ്. തമിഴ്നാട്ടിലെ ചേച്ചിമാരുടെയൊക്കെ തലയിലൊക്കെ ഉണ്ടാവും. എല്ലാവരും തലയിലുണ്ട് കേട്ടോ മുല്ലപ്പൂവ്. ഇവിടെയൊക്കെ മുല്ലപ്പൂവിന് കുറവായിരിക്കും. മുല്ലപ്പൂവിന് കുറവായിരിക്കും പൈസ. കുറച്ച് വാങ്ങിക്കാറുണ്ട്. ഇതൊക്കെ ബാക്കിൽ മാറ്റിയിട്ട് അവിടെ ഇരിക്കും തോന്നണല്ലേ ഈ ഓട്ടോയിലൊക്കെ എല്ലാവരും. നമുക്ക് കാർ ഇവിടെ വെച്ചിട്ട് അങ്ങനെ പോയി നോക്കിയല്ലോ വണ്ടിയില്. ഹസ്ബൻഡിന്റെ സ്ഥലം വെച്ച് ഇവിടെ സെറ്റിൽ ആവാം. നമുക്ക് മറ്റേ എക്സ്പെൻസ് ഒക്കെ കുറക്കാം. ലൈഫിന്റെ എക്സ്പെൻസ് എക്സ്പെൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ, വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഇവിടുത്തെ അടിപൊളിയാണ്. ഞാനൊരു വീഡിയോയിൽ കാണാറുണ്ട്. നമ്മളീ ഹരിതകർമ്മസേനക്കൊക്കെ പൈസ കൊടുക്കണില്ലേ, ഇവിടെയൊക്കെ പൈസ ഒന്നും കൊടുക്കണ്ട. അവരല്ലാണ്ട് എല്ലാ വേസ്റ്റും കൊണ്ടുപോയിക്കണം. ഫുഡ് വേസ്റ്റും ബാക്കിയുള്ള എല്ലാ വേസ്റ്റും. ഇത് മറ്റേ നമ്മള് വീട്ടിൽ കഴുകി ഉണക്കിയൊക്കെ കൊടുക്കണ്ടേ. എന്ത് ശരിക്കടി ഹായ് പറഞ്ഞു. ഹായ്. ഹംനാസിയ ഉറക്കം വരുന്നുണ്ട്. ഹെയർ പിന്നെ ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടിൽ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. മാവിന്തോട്ടം അവിടെ പക്ഷെ ഇച്ചിരി തെങ്ങും തോട്ടം. ഇവിടെ നിന്നൊക്കെ കരിക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ആയിരിക്കും ആണെന്നോ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അറിവില്ലായ്മയും ഇക്കാന്റെ ബോധമില്ലായ്മയും കൊണ്ട് പറയണത്. അതുകൊണ്ട് എല്ലാവരും സസ്നേഹം ക്ഷമിക്കുക. തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് പാലം പണിയുന്ന ആളാണ്. JCB ഡ്രൈവറിന്റെ ഒരു യോഗ വെറുതെ നോക്കല് പണിയൊന്നും അയാൾ മുകളിലിറക്കുക, ചെമോളിക്കേറ്റ താഴെ ഇറക്കുക. മാത്രം ചെയ്താൽ
കാടിന്റെ വഴികളിലൂടെ നടന്നു കാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞങ്ങളിവിടെ മുല്ലപ്പൂവിന് വില വെച്ചിട്ടാ 1 മുഴം 50 രൂപ. ആദ്യം ചേച്ചി പറഞ്ഞ് ഇല്ലാന്ന്. എനിക്ക് തോന്നുന്നത് അവര് മുല്ലപ്പൂവിനെ വേറെന്തുവാണ് പറയുന്നത്, അറിയാൻ പാടില്ല. ഇവിടുത്തെ ബോർഡുകളാണെങ്കിലും കണ്ടിട്ട് മനസ്സിലാവണില്ലല്ലോ, ഫുള്ള് മറ്റേ തമിഴിൽ എഴുതി വെച്ചല്ലേ. ഞങ്ങൾക്ക് തമിഴ് പറയാൻ മാത്രമേ അറിയുള്ളൂ, തമിഴ് തെറിയാറ്. തമിഴ് നമുക്ക് പറയാൻ മാത്രമേ തെറിയുള്ളൂ, വായിക്കാൻ അറിഞ്ഞൂടാ. അത് കാരണം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹംനയാണെങ്കിൽ ഉറങ്ങണില്ല. മധുര കഫേ അത് വലിയ സീനില്ലാത്താണെന്ന് തോന്നുന്നു. വേണ്ട അടുത്തേക്ക് പോയി ഇപ്പൊ ചായ കുടിക്കാന്ന് പറഞ്ഞ് പോയി ഞങ്ങള് ഒരു കരിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടില്ല, തുള്ളി തുള്ളി പെയ്യണ്ടല്ലേ, തുള്ളി തുള്ളി മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പൊ അങ്ങോട്ട് പോകുന്തോറും എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വൈബാണ്. നല്ല രസമുണ്ട് കേട്ടോ. റോഡ് ട്രിപ്പ് അടിപൊളിയാണ്. ഹംന പിന്നെ വലിയ സീൻ ഇതുവരെ ഇല്ല, ഇതുവരെ കംഫർട്ടാണ്. ഹയാസ് ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇന്നിനി രാത്രി ഉറങ്ങുന്നോ ഹയാസ്? ഹയാസ് ഇന്ന് രാവിലെ എണീച്ചേക്കണതല്ലേ? രാവിലെ എണീറ്റേക്കണതാ. കുമിളിക്കിന് 43 കിലോമീറ്റർ. മേഘമലൈ, ശബരിമല, ചിന്നമനൂർ എല്ലാരും മറ്റേ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്, തമിഴിലും എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ സൈൻ ബോർഡുകൾ ഇട്ടോ. മറ്റുള്ളതൊക്കെ ഇവരെ മാത്രമേ പരിചയം. ഇവിടെ ഒരാൾ എണീച്ചിട്ടുണ്ടല്ലോ. ഹയാസ് അവിടെ കരിക്ക് വെച്ചിട്ടുണ്ട് ബാക്കില്. എണീറ്റ് നോക്കിയേ, കരിക്കിന്റെ കഴമ്പ് കണ്ടാ? എടുത്ത് കഴിച്ചോ, നിനക്ക് വെച്ചതാ. ഞങ്ങള് കരിക്ക് കുടിക്കാൻ കയറിയപ്പോ ഹയാസ് നല്ല ഉറക്കായിരുന്നു. പിന്നെ വിളിച്ചില്ല, അവൻ കരിക്കിന്റെ വെള്ളം കുടിക്കൂല, ആ കഴമ്പ് മാത്രമേ കഴിക്കുള്ളൂ. നല്ല തണുത്ത കാറ്റ് വീശുന്നല്ലേ ഇങ്ങനെ വന്നപ്പോ. മഴ പെയ്തേണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഹയാസിന് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായി കരിക്ക്, അത് കഴിക്കും. ആ ഹംന ഹയാസിനെ എണീച്ച് കഴിഞ്ഞപ്പോ ഹംനാക്കിനെ അങ്ങോട്ട് പോകണം കേട്ടോ. ഹയാസ് എന്തെന്നാ കാണിക്കണേന്ന് നോക്കണം, അതിന് വേണ്ടിയിട്ടാണ്. മുന്തിരിത്തോട്ടം ഇനി എന്തായാലും കാണാൻ പറ്റില്ല അല്ലെ, ഈ ടൈം ആയില്ലേ? ഈ ടൈമായി എന്തായാലും ഇനി മുന്തിരിത്തോട്ടം കാണാനൊന്നും ഉണ്ടാവില്ല. അതിന് നമുക്ക് വേറെ സ്ഥലം. പക്ഷെ നല്ല കാറ്റ് വീശുണ്ട് കേട്ടോ, വൈബ് അടിപൊളിയാണ്. മഴ പെയ്യണേണോ? മഴ പെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട്, ഒരു ഉഷാറ് ചായയൊക്കെ കുടിച്ച് മെയിനായിട്ട് വാഷ്റൂമിൽ പോയി. ഈ റോഡ് ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന സംഭവമാണ് വാഷ്റൂം. എനിക്ക് അവിടെ ഇവിടെ ഒന്നും പറ്റുന്നില്ല കേട്ടോ. പക്ഷെ നല്ലൊരു ഹോട്ടലൊക്കെ കണ്ട് വാഷ്റൂമിലൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഹയാസ് എന്തെന്നാ കോളിഫ്ലവർ ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങള് അല്ലേ. എന്തായാലും ഹയാസ് ഉറങ്ങിയിട്ട് എണീറ്റ് എന്തായാലും അടിപൊളിയായി. ഇപ്പൊ സേലം റൂട്ടല്ലേ, അതൊക്കെ മുന്തിരിയാണ്. മുന്തിരിത്തോട്ടം കണ്ടിട്ടോ. ചാനൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ മുന്തിരിത്തോട്ടത്തിലേക്ക് പോലും നടപടിയാവൂല, കാരണം അത്യാവശ്യം ലേറ്റ് ആയില്ല. ഇപ്പൊ എത്രയും 6:15 നമ്മളിനി സ്ട്രൈറ്റ് നമ്മുടെ വീട് പിടിക്കാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിച്ചേക്കണേ ഇനി യാത്രയിൽ അല്ലേ. നല്ല നല്ല ഫ്രഷ് ഫുഡ്സ് കിട്ടണത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം, പോവാ. പക്ഷെ റോഡ് ട്രിപ്പ് അടിപൊളി, അത് വേറെ വൈബിട്ടാ. വേറെ നമ്മൾ എക്സ്പെക്ടേഷൻ ഇല്ലല്ലോ, ഞങ്ങൾ മാത്രം ഉള്ളൊരു ഫാമിലി ട്രിപ്പ് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ഇന്നിപ്പോ ഭയങ്കര രസമായിരുന്നു. ഇന്നലത്തേനേലും അടിപൊളിയാണ് ഇന്നത്തെ ഡേ. അത്രയും നല്ല കണ്ണിന് കുളിർമയ്ക്കുന്ന കാഴ്ചകളൊക്കെ കിട്ടിയ ദിവസമാണ് കേട്ടോ. ചെറിയ മഴയുണ്ട് ഇപ്പൊ, നേരത്തെ അത്രയും വലിയ മഴയില്ല, അതൊരു വല്ലാത്ത മഴയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച്, എനിക്ക് അങ്ങനെ കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ആ മഴയത്ത്. പിന്നെ ഹയാസ് ആണെങ്കിൽ അപ്പൊ കിടന്ന് ഉറങ്ങണായിരുന്നല്ലേ പെരുമഴ സമയത്ത്. ഒരു പകുതി ആയപ്പോഴാണ് ഹയാസ് എണീച്ചത്. ഹംന ഇപ്പൊ അതേ സുഖമായിട്ട് ഉറങ്ങിട്ടോ. ഇവിടെ തലേന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മടിയിലാകുമ്പോ എന്റെ ചൂടുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കിടന്നോളും കുറച്ച്. അവിടെ ആകുമ്പോ കുറച്ച് കഴിയുമ്പോ എണീക്കും. ഇതിപ്പോ ഇങ്ങനെ അങ്ങനെ കിടന്നോളും, നല്ല സെറ്റ് ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ ആ ഹെയർ പിൻ ഇറങ്ങിയപ്പോ ഭയങ്കരമായിട്ട് ഉറക്കം വന്നെ വെക്ക്. എനിക്ക് തോന്നുന്നു ആ പാലും കുടിക്കാൻ പറ്റുന്നില്ല, ചെവി അടഞ്ഞിട്ട് മൊത്തത്തിൽ ആ ഒരു ഇറിറ്റേഷൻ വന്നപ്പം എനിക്കത് അറിഞ്ഞൂടായിരുന്നു. ടിക്കാക്കെ പറഞ്ഞത് ഈ തമിഴ്നാട്ടിലെ സിനിമ. ഇവിടെ ആൾക്കാർ വരും. ഈ കാണുന്ന കോംപ്ലക്സ് ഉണ്ടോ,
സിനിമ ഷോ അവിടെ ഉണ്ടോ? സിനിമ തിയേറ്റർ തുടങ്ങണുള്ളൂ, പണിയണുള്ളൂ. ഇവിടെയൊക്കെ വരും സിനിമയൊക്കെ. പക്ഷെ സിനിമയൊക്കെ തുടങ്ങിയ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും, അണ്ണന്മാര് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മുടെ അവിടെയൊക്കെ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലേ? ഹയാസ് എണീച്ചപ്പോ വേറെ വൈബായിട്ട് ഉറങ്ങി കിടന്നപ്പോ ഞങ്ങള് മാത്രമുള്ള വൈബായിരുന്നു. ഹയാസ് എണീച്ചപ്പോ ഇച്ചിരിയും കൂടി ട്രിപ്പ് ഓണായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് സ്ട്രൈറ്റ് വീട് ഇങ്ങനെയൊക്കെ പറയും ഹയാസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഹയാസിന്റെ മിസ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, പുതിയ സ്കൂളിലെ മിസ്. ആണോ? ഹയാസിനോട് നല്ലോണം പഠിക്കാൻ പറഞ്ഞു. ഒരേ വീടുകളും ഒക്കെ ആയിട്ട് അടിപൊളി. റൂട്ട് നല്ല രസമുണ്ട്, റോഡ് നല്ല നല്ല രസമുണ്ട്. ഇന്ന് സൺഡേ ആണെന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ലല്ലേ നമുക്ക്? എനിക്കത് തോന്നുന്നുണ്ടോ സൺഡേ ആണെന്നുള്ള? ഞങ്ങളൊക്കെ വെക്കേഷൻ ഇറങ്ങിയിട്ട് ഒന്നും വിചാരിക്കാണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇറങ്ങിയ ട്രിപ്പാണ്. പക്ഷെ ഇങ്ങനെ ഇറങ്ങിയപ്പോ മനസ്സിലായിട്ടോ എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട് നമ്മൾ പോവണേല്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മിസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് ഇൻഷാല്ല പോകാനായിട്ട് വിധി ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എന്താ റീജോയിൻ ചെയ്യാം അല്ലേ? ആ പോയ സംഭവങ്ങളൊക്കെ നമുക്ക് മിസ്സായ സംഭവങ്ങളൊക്കെ നമുക്ക് ഇനി മൈൻഡിൽ വെച്ചിട്ട് ഉള്ള യാത്രയൊക്കെ പോകാൻ തന്നെ അടിപൊളിയാണ്. കൂളിയാ. ആ പിന്നെ ഹംനാനെ കൊണ്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് ഇത്രയും വലിയ ട്രിപ്പ് അല്ലേ? ഹംനാനെ കൊണ്ട് ഇങ്ങനെ ട്രിപ്പ് ഒന്നും നമ്മൾ വന്നിട്ടില്ല. ഹംനാന ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് 3.5 മാസം ആ ടൈമില് ഫസ്റ്റ് ട്രൈംസ്റ്റർ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് മൂന്നാർ തന്നെയാണ് വന്നത്. അന്ന് വേറെ സ്റ്റേ. പിന്നെ നമ്മളന്ന് വട്ടവടയൊക്കെ പോയായിരുന്നു. പക്ഷെ വട്ടവട അങ്ങോട്ട് ഇൻഡെപ്തിലൊന്നും കാണാൻ പറ്റിയില്ല. അവിടുത്തെ റോഡൊക്കെ ഭയങ്കര ഗട്ടറായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണല്ലോ, അപ്പൊ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയില്ലേ. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നിതിൻ ആൻഡ് ആരതി, ഹയാസ് പറയാണ് നിതിൻ ചേട്ടനും അമ്മു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ട്രിപ്പ്. അപ്പൊ ഇൻഷാല്ല നിതിൻ ചേട്ടൻ ഗൾഫിൽ നിന്ന് വരുമ്പോ നമുക്ക് ട്രിപ്പ് പോവാം അല്ലേ? അല്ലേ? ബേബിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ബേബി കൂടി ഉണ്ടാവും കേട്ടോ. ഹംനാക്ക് തല്ലുപിടിക്കാനായിട്ട് ബേബി ഉണ്ടാവും അല്ലേ? നിദാര ബേബി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. എന്റെ ഇത് മാറിയോ? വഴി തെറ്റിയോ? ഗൂഗിൾ അമ്മച്ചി ഉള്ളതുകൊണ്ട് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും പോവാം എന്നുള്ള മൈൻഡാണ്. ഹയസ് ഇന്നലെ പറഞ്ഞില്ലേ ഈ അമ്മച്ചി പറയണൊന്നും മനസ്സിലാവണില്ല എന്ന്. ഇതാണ് ഇപ്പോഴത്തെ റോഡിന്റെ അന്തരീക്ഷം. എന്റെ പൊന്നോ, ഒരു ബൈക്കിൽ 3 പേര് 4 പേര് അതിൽ കൂടുതൽ കയറ്റാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ കയറ്റണം കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി MSR ഗ്രേപ്പ് തോട്ടത്തിൽ കേറിയിട്ടാ. നമ്മൾ എന്തായാലും കേറാൻ പറ്റുമെന്ന് വിചാരിച്ചാലോ, പക്ഷെ പറഞ്ഞ വഴിക്ക് തന്നെയായിരുന്നു. 2 പെട്ടി മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട്, മുന്തിരി തയ്യും വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി മുളപ്പിക്കാം. അയ്യോ അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. നമ്മൾ വിചാരിച്ച് ഈ സമയത്ത് പോയി ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ അടിപൊളിയാണ് കേട്ടോ, കാണാനൊക്കെ പറ്റി. ഗൈസ് ഞങ്ങളിത് ഇപ്പൊ കുമിളി എത്താൻ പോവാണ് കേട്ടോ. ഗുണ്ടൽപേട്ട് ആയിട്ടുണ്ട്. ഗട്ടർ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗട്ടർ റോഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഗട്ടർ റോഡാണ്. ഫോറസ്റ്റ് ആണത്, ഫോറസ്റ്റ് ഏരിയ അല്ലേ? അവിടെ ആനയുടെ പിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കേറുന്ന സമയത്ത് ചിലപ്പോ ഇവിടെ ആന ഉണ്ടാവും. ആനനെ കാണാണ്ടിരുന്നോ മതിയായിരുന്നു നമ്മള്. എനിക്ക് പേടിയുണ്ടോ രാത്രി ഇങ്ങനെയൊക്കെ കാണുന്നത്? എനിക്ക് ഒരു ആഗ്രഹമില്ല ആനേനെ കാണാനായിട്ട്. ഫ്രണ്ടിലത് KSRTC ആണോ പോണത്? ഹോൺ അടിക്കാൻ ഏൽപ്പിച്ചേക്കുന്നു അല്ലേ? നമ്മളിപ്പോ കുമളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കേരളയിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ ഭയങ്കര സമാധാനമായി. ഇത് മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പൊ 8:35 ആയിട്ടുണ്ട്.
ഇല്ല കേട്ടോ ഇതില്. അധികം വണ്ടികളൊന്നുമില്ല, നിസാരം വിരലിൽ ഉണ്ടാവുന്ന വണ്ടികളേ ഉള്ളൂ. മറ്റേ എന്താ ചുരം കയറിയപ്പോഴൊക്കെ ഭയങ്കര അടിപൊളി വൈബായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് തേക്കടി റൂട്ടാണ്. ഇവിടെ നിന്ന് ഇനി മൂവാറ്റുപുഴയല്ലേ മൂവാറ്റുപുഴ, തൊടുപുഴ, മൂവാറ്റുപുഴ, പെരുമ്പാവൂര്, ആലുവ നമ്മുടെ വീട്. അങ്ങനെയാണ് നമ്മള് റൂട്ട് പിടിച്ചേക്കുന്നത്. ഒരു 12 മണി കഴിയുമ്പോഴേക്ക് എത്തൂലേ. എന്തായാലും നാളത്തേക്ക് നമ്മള് വീട്ടിലേക്ക് എത്തും. 12 മണി കഴിയുമ്പോഴേക്ക് വീട്ടിലെത്തും. ഇനിയിപ്പോ ഫുഡ് കഴിക്കണം മെയിനായിട്ട്. രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ തട്ടിയത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അൽക്കുലത്തെ സാധനങ്ങളൊക്കെയാണ് കഴിച്ചേക്കണേ. ബിരിയാണിയോ പൊറോട്ടയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് കാര്യമായിട്ട് കഴിക്കണം. ഭയങ്കര വിശപ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ ഫുഡ് കഴിക്കാത്തതിന്റെ ഒരു ഇതുണ്ട്. ഹംന ഉറങ്ങി വീണ്ടും. ഹയാസ് ഉറങ്ങാൻ പോവാണെന്ന് പറയാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അല്ലേ ഹയാസേ? അപ്പൊ ഇതൊക്കെയാണ്. ഇവിടെ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട് കേട്ടോ. എന്റെ പിന്നെ തേക്കടി റിസോർട്ട്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് സ്റ്റേ ചെയ്താലോ തേക്കടി? അവിടെ 3,500 രൂപയായിരിക്കും കേട്ടോ. അത്ര രൂപ ഞങ്ങളുടെ കയ്യിലില്ലാത്തോണ്ട് ഞങ്ങള് വീട്ടിൽ പോയി കിടന്നുറങ്ങും. അപ്പൊ ഇനി സ്ട്രൈറ്റ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക്. ആലുവ എത്തിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിവിടും. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ സമയം 12:58 ആയിട്ടുണ്ട് കേട്ടോ. 28-ാം തീയതി ആയിട്ടുണ്ട്. മൺഡേ ആണെന്നിപ്പം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഇതോടുകൂടി കഴിഞ്ഞു. നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. 2 പിള്ളേരും ഉറക്കത്തിലാണ്. നമുക്കപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. Tata baby, see you.